ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയല്ലേ നസീറിനെ കൊന്നത്? ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ ആശാൻ. പറ, കൊന്നിട്ട് നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്തു? അയ്യോ, ഞങ്ങളെങ്ങും ആരെയും കൊന്നിട്ടില്ല. പക്ഷെ പോലീസിന് എന്തൊക്കെയോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സംശയങ്ങൾ മുഴുവൻ നീങ്ങുന്നത് നിന്റെ നേരെയാ. എടുത്തമ്മേ, എന്റെ ആശം വിളിച്ചനുസരിച്ച് ഞാൻ പോയി എന്നുള്ള സത്യമാ. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും സത്യത്തിൽ മടുത്തു. അതുകൊണ്ടാ മോളെ പറയുന്നത്, മനസ്സിൽ കുറിച്ചിട്ട സത്യങ്ങൾ മായ്ച്ചു കളയാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. എന്തിനാ വെറുതെ വീട്ടുകാരെ തമ്മിൽ അടിപ്പിച്ച് നാട്ടുകാരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിക്കുന്നേ? അതുകൊണ്ട് എല്ലാം കഴിയുമെങ്കിൽ അങ്ങ് മറന്നേക്ക്. എനിക്കങ്ങനെ ശിവനെ മറക്കാൻ പറ്റില്ല. അതിന് കാരണം ശിവൻ എന്റെ കഴുത്ത് കെട്ടി താലിയാ. താലിയോ? അതെ, ഇത് ശിവൻ കെട്ടിയ താലിയാ. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം ശിവനെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനാവില്ല. മഹേട്ടാ, ശിവൻ വേലായുധനെ പോലീസ് പിടിച്ചപ്പോൾ ആ ബോഡി കണ്ടെത്താനായിട്ട് വിഷ്ണു കമലനെയും കൂട്ടി ഒരു ശ്രമം നടത്തി. മാഡം ഉണ്ട്, പക്ഷെ ഇന്ന് 1-2 മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് എപ്പോൾ ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ശരി. എനിക്ക് ശാലം അടുത്തൊന്ന് കാണണമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയോ? മാഡം ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു. അല്ല, ഇത് നേരിട്ട് പറയാനുള്ളതാ. ശരി, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, ഹലോ. മാഡം, കമലൻ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കയറി വരാൻ പറ. പിന്നെ വേറെ ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ഇല്ല മാഡം. ഒരു ഫോൺ കോൾ പോലും കണക്ട് ചെയ്യണ്ട. ശരി മാഡം. മാഡം ചെല്ലാൻ പറഞ്ഞു. ഹലോ മാഡം, ഒരു മീറ്റിംഗില്. എടുത്തമ്മേ, ഒരൊറ്റ ഫോൺ കോളിൽ നീ ആജീവനാന്ത അകത്ത. നീയല്ലേ നസീറിനെ കൊന്നത്? ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ ആശാൻ. പറ, കൊന്നിട്ട് നിങ്ങൾ ആ ബോഡി എന്ത് ചെയ്തു? അയ്യോ, ഞങ്ങളെങ്ങും ആരെയും കൊന്നിട്ടില്ല. പക്ഷെ പോലീസിന് എന്തൊക്കെയോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സംശയങ്ങൾ മുഴുവൻ നീങ്ങുന്നത് നിന്റെ നേരെയാ. എടുത്തമ്മേ, എന്റെ ആശം വിളിച്ചനുസരിച്ച് ഞാൻ പോയി എന്നുള്ള സത്യമാ. ബോഡി എടുത്ത് മാറ്റാനായി ആശാന്റെ കൂടെ നിന്ന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ കൊലപാതകമായി എനിക്കും എന്റെ ആശാന് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാടാ
നിങ്ങൾ ആ ബോഡി അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പോയത്? അത് ഏട്ടത്തമ്മയ്ക്ക് വേണ്ടിയാ. ഏട്ടത്തമ്മയുടെ അച്ഛനെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നസീറിന്റെ കൊലപാതകം പുറത്തറിഞ്ഞ അത് ഏട്ടത്തമ്മയുടെ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് ആശാനെ ഞാനത് എടുത്തു മാറ്റാൻ വേണ്ടി പോയത്. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെല്ലുമ്പോഴാണ് സത്യത്തിൽ അറിയുന്നത്. ദയവ് ചെയ്ത് ഏട്ടത്തമ്മ ഇത് വിശ്വസിക്കണം. അവിടെ എന്താ നടന്നെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതാണ്ടാ ഇവിടെയാണ് നസീറിന്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം. സംഗതി ഇവിടെ ഒന്നുമില്ല. എന്നാലേ നമുക്ക് കുഴി മൂടാം. ഇതൊക്കെയാണ് ഏടത്തേമ അന്ന് അവിടെ നടന്നത്. അല്ലാതെ ആ കൊലപാതകം ഞങ്ങൾക്ക് രണ്ടാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടായിരുന്നു നീ നടന്നത് അല്ലേ? പറ, ഇനി പറ, നിന്റെ ആശാൻ എവിടെ പോയിരിക്ക? എന്തെങ്കിലും ഒരു സൂചന നിനക്ക് തരാൻ പറ്റുമോ? അറിയാമെങ്കിൽ ഒന്ന് പറയടാ. ഏടത്തേമ ആശാനെ കണ്ടെത്തേണ്ടത് ഏടത്തേമ പോലെ എന്റെയും ആവശ്യമാ. എന്റെ ജീവന്റെ ഒരു ഭാഗം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഊണിൽ ഉറക്കത്തിലും മനസ്സിൽ വിളിച്ചു പറഞ്ഞ് തറവാക്കിയ പേരാ. ഇപ്പൊ എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാ ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നേ. എനിക്ക് ആശാനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ഞാൻ എന്റെ ഏടത്തേമെ സഹായിച്ചിരിക്കും, ഉറപ്പാ. ഈശ്വര, ഞാൻ എന്റെ വിഷ്ണുവേട്ടൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? കുറ്റം ചെയ്തിട്ടില്ല, ആർക്കോ വേണ്ടി ഓടി നടന്നതാ. ഇപ്പൊ എവിടെയാണെന്ന് അറിയാനും പാടില്ല. ഭഗവാനെ, ഞാൻ എന്റെ വിഷ്ണുവേട്ടൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? സാറേ, ഈ ഗുളിക കഴിക്കേ. എനിക്കങ്ങ് വേണ്ട.